2017 അവസാനത്തോടെയാണ് നെക്സോൺ വിപണിയിലെത്തിയത്. വിപണിയിലെത്തി അധികം വൈകാതെ തന്നെ ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനമായും നെക്സോൺ മാറി. മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ വാഹനം. പരീക്ഷണ ഓട്ടം നടത്തുന്ന വാഹനത്തിന്റെ വാർത്തകളും ചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ക്യാമറയിൽ ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റ് കുടുങ്ങിയത്. മൂടിക്കെട്ടിയാണ് പരീക്ഷണോട്ടം നടത്തുന്നതെങ്കിലും വാഹനത്തിന്റെ മുൻവശത്തെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. വാഹനത്തിന്റെ നിർമ്മാണ ശൈലിയിൽ കമ്പനി മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. പുതുക്കിയ ബമ്പറാണ് മുൻവശത്തെ പ്രധാന മാറ്റം. പരിഷ്കരിച്ച ബോണറ്റ് ഡിസൈനും പുതുക്കിയ ഹെഡ്ലാമ്പ് ക്ലസ്റ്ററുമാണ് മുന്നിലെ മറ്റൊരു സവിശേഷത. അതോടൊപ്പം ഡിസൈനോട് കൂടിയ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ വീഡിയോയിൽ കാണാം. പുനർരൂപകൽപ്പന ചെയ്ത മുൻഗ്രില്ലും വാഹനത്തിൽ കമ്പനി ഉൾപ്പെടുത്തിയേക്കും. നെക്സോൺ ഫേസ് ലിഫ്റ്റിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ഭാഷയായ ഇമ്പാക്ട് 2 ഡിസൈൻ ഇടം പിടിച്ചേക്കും. ഹാരിയറിലാണ് ഈ ഡിസൈൻ ഭാഷ്യം ടാറ്റ ആദ്യം അവതരിപ്പിച്ചത്. ടാറ്റയിൽ നിന്നുള്ള ആദ്യ ആൾട്രോസിലും ഈ ഡിസൈൻ തന്നെയാകും ലഭിക്കുക. അകത്തളത്തിലെ മാറ്റങ്ങൾ കമ്പനി പരിമിതപ്പെടുത്തിയേക്കാം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയൊരു സ്റ്റിയറിംഗ് വീലും അതിനോടൊപ്പം ക്രൂയിസ് കൺട്രോൾ സ്വിച്ചുകളും നൽകിയേക്കും. എന്നാൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. 2020 തുടക്കത്തിൽ വാഹന വിപണിയിൽ എത്തിയേക്കും. അധികം വൈകാതെ തന്നെ ആൾട്രോസിനെ കമ്പനി വിപണിയിൽ എത്തിക്കും. പിന്നാലെ ഹാരിയറിന്റെ 7 സീറ്റർ പതിപ്പായ ഗ്രാവിറ്റാസ് വിപണിയിലെത്തും. നെക്സോൺ ഫേസ് ലിഫ്റ്റ് മോഡലിൽ BS6 പെട്രോൾ ഡീസൽ എഞ്ചിൻ യൂണിറ്റുകളാവും നൽകുക. പെട്രോൾ ഡീസൽ വകഭേദങ്ങളിൽ നെക്സോൺ ലഭ്യമാണ്. 2 എഞ്ചിനുകളും ടർബോ ചാർജ്ഡ് ആണ്. 108 bhp കരുത്തും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ യൂണിറ്റാണ് പെട്രോൾ എഞ്ചിൻ. 1.5 ലിറ്റർ ഡീസൽ യൂണിറ്റ് 108 bhp കരുത്തും 260 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ വാഹനത്തിൽ ലഭ്യമാണ്. ഹ്യുണ്ടായി വെന്യൂ, മഹീന്ദ്ര XUV 300, മാരുതി സുസുക്കി വിറ്റാര ബ്രീസ, ഫോർഡ് ഇക്കോസ്പോർട്ട് തുടങ്ങിയവരാണ് നെക്സോണിന്റെ എതിരാളികൾ. നെക്സോണിന്റെ ഇലക്ട്രിക് പതിപ്പും അധികം വൈകാതെ വിപണിയിലെത്തും. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ നെക്സോൺ ഇലക്ട്രിക് പതിപ്പിനെ അവതരിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്പനി വ്യക്തമാക്കിയത്. രൂപത്തിൽ വിപണിയിലുള്ള പതിപ്പിന് സമാനമാണ് ഇലക്ട്രിക് വാഹനവും. എന്നാൽ അകത്തളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അടുത്തിടെ ടാറ്റ അവതരിപ്പിച്ച സിപ്ട്രോൺ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങുന്ന ആദ്യ ഇലക്ട്രിക് മോഡൽ കൂടെയാണിത്. 15 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ വാഹനത്തിന് വില പ്രതീക്ഷിക്കാം. ഒറ്റ ചാർജിൽ ഏകദേശം 300 കിലോമീറ്റർ മൈലേജ് വരെ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. 30ലേറെ ഇന്റർനെറ്റ് കണക്റ്റഡ് സ്മാർട്ട് ഫീച്ചേഴ്സ് വാഹനത്തിലുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയിലാണ് നെക്സോണിന്റെ കരുത്ത്. അതിവേഗ ചാർജിംഗ് സൗകര്യം വാഹനത്തിൽ ഉൾപ്പെടുത്തും. ബാറ്ററി, ഇലക്ട്രിക് മോട്ടോർ എന്നിവയ്ക്ക് 8 വർഷത്തെ വാറന്റിയും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നു.